അബ്ദുൽ വാഹിദ് ഇബ്നു സിയാദ് റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ അദ്ദേഹം പറയുകയാണ്, أجمع العلماء على أنه ليس للعبد من صلاته إلا ما عقل منها. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഉള്ള കാര്യമാണ്, അവർക്കിടയിൽ ഒരു തർക്കവുമില്ലാത്ത ഏകോപിച്ച അഭിപ്രായമുള്ള വിഷയമാണ്. ഒരാൾക്ക് തൻ്റെ നിസ്കാരത്തിൽ നിന്ന് ലഭിക്കുക എന്തുമാത്രമാണ്? ഇല്ലാ മാ അഖല മിൻഹാ, ബോധത്തോടെ നിസ്കരിച്ച ഭാഗം എത്രയോ അതുമാത്രമാണ് ഒരാൾക്ക് ലഭിക്കുക. അല്ലാത്തത് സഹോദരങ്ങളെ റൂഹില്ലാത്ത ശരീരം പോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വാജിബായ ഘടകങ്ങളേത്, അതുപോലെ മുസ്തഹബായ ഘടകങ്ങളേത്. ഒരാൾ ശ്രദ്ധയില്ലാതെ നിസ്കരിച്ചു, നിർബന്ധമായ ഘടകങ്ങളൊക്കെ ഒരാൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ശരി, അവൻ ആ നിസ്കാരം വീണ്ടും മാറ്റി നിസ്കരിക്കേണ്ടതില്ല, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ പ്രതിഫലം സഹോദരങ്ങളെ പറ്റെ കുറഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ അവസ്ഥയിലെത്തും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, സലാത്തുൻ ബിലാ ഖുശൂ' വലാ ഹുദൂർ കബദനി മയ്യിത്തിൻ ലാ റൂഹ ഫീഹ്. ശ്രദ്ധയില്ലാത്ത, മനസ്സാന്നിധ്യമില്ലാത്ത നിസ്കാരം അത് റൂഹില്ലാത്ത ശരീരം പോലെയാണ്. ഒരു ചത്തതാണോ നീ ഒരാൾക്ക് സമ്മാനം കൊടുക്കുക? അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു ചത്ത വല്ല വസ്തുവും നീ ഒരാൾക്ക് ഹദിയ കൊടുക്കുമോ? എങ്കിൽ റബ്ബുൽ ആലമീനായ അള്ളാഹു നിന്നോട് കൽപ്പിച്ച ഒരു കാര്യമാണ്, മഹത്തരമായ കാര്യമാണ് ഈ സലാഹ്, 5 നേരത്തെ നിസ്കാരം. റൂഹില്ലാത്ത ചത്തുപോയ ഇബാദത്തുകളാണോ അള്ളാഹുവിന് വേണ്ടി നീ സമർപ്പിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുശൂ' അതിൻ്റെ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അതിന് ചില മാർഗങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖോടെ ആ മാർഗങ്ങളിലൂടെ നമുക്ക് ഖുശൂ' അത് നേടിയെടുക്കാൻ സാധിക്കും. ഒന്നാമതായി സഹോദരങ്ങൾ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അവനാണ് നമ്മുടെ ഹൃദയം ഖുശൂ' ഇല്ലാതെ വരണ്ടു പോകുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് തേടാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ. അള്ളാഹുവെ, ഉപകാരപ്പെടാത്ത വിജ്ഞാനത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഖുശൂ' ഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിൻ്റെ ശുഗ്ലുകൾ അത് നിസ്കാരത്തിൻ്റെ നേരമാകുന്നതിന് മുൻപ് അവസാനിപ്പിക്കാൻ, അതിൽ നിന്ന് ഒഴിഞ്ഞ ഹൃദയവുമായി നിസ്കാരത്തിലേക്ക് വരാൻ ശ്രദ്ധിക്കുക. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, മിൻ ഫിഖ്ഹിൽ മർഇ അൻ യുഖ്ബില അലാ സ്വലാത്തിഹി വ ഖൽബുഹു ഫാരിഗ്. ഒരാളുടെ ദീനിലുള്ള അവഗാഹത്തിൻ്റെ ലക്ഷണമാണ്, അയാൾക്ക് വിവരമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒഴിഞ്ഞ ഹൃദയവുമായി അവൻ നിസ്കരിക്കാൻ വരുമെന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന് മുൻപേ ഒരാൾ ചെയ്തു തീർക്കുമെന്നത്. അതുപോലെ സഹോദരങ്ങളെ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓർക്കുക, ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഇനി അള്ളാഹുവിന് മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന ചിന്തയോടെ നിസ്കരിക്കാൻ നിൽക്കുക. അത് ശരിയല്ലേ? നമുക്ക് എന്തുറപ്പാണുള്ളത്? എപ്പോൾ നാം മരിക്കും? ഈ സംസാരം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്കുറപ്പില്ല. ഇവിടെ നിന്ന് ഈ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കുമെന്ന് ആർക്കാണ് ഇവിടെ ഉറപ്പുള്ളത്? ഒരുറപ്പുമില്ല. നമ്മുടെ മരണം ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തുണ്ട്. ഏത് സമയത്തും അത് സംഭവിക്കാം. ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല. എവിടെ വെച്ച് മരിക്കുമെന്നറിയില്ലെങ്കിൽ എപ്പോഴാണ് മരിക്കുക എന്നൊരിക്കലും അറിയുകയില്ല. കാരണം സ്ഥലത്തിൻ്റെ കാര്യം ഒരാൾക്ക് ഒരു പക്ഷേ അയാൾക്ക് തോന്നിയേക്കാം, ഞാൻ എവിടെയും പോവുകയില്ല, ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് കഴിയുക എന്നൊരാൾക്ക് തോന്നിയേക്കാം. അതിന് സാധ്യതയുമുണ്ട്. എന്നിട്ടും അള്ളാഹു പറയുകയാണ്, ഒരാൾക്കും അറിയില്ല അയാൾ എവിടെ വെച്ച് മരിക്കുമെന്ന്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ സമയം നമുക്കറിയുക? ഒരിക്കലും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഖുംത ഫീ സ്വലാതിക് ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. നീ നിസ്കരിക്കാൻ നിന്നാൽ യാത്ര പറഞ്ഞു പോകുന്ന, വിട പറയുന്ന ആളുടെ നിസ്കാരം നിർവഹിക്കുക. അവസാനത്തെ നിസ്കാരം എന്നതുപോലെ നീ അത് നിർവഹിക്കുക. അതുപോലെ സഹോദരങ്ങളെ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? നിസ്കരിക്കുന്നവൻ്റെ മുന്നിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വരുമെന്നാണ്. നിസ്കരിക്കുന്നവൻ തൻ്റെ റബ്ബുമായുള്ള മുനാജാത്തിലാണ്, സ്വകാര്യ സംഭാഷണത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം മഹത്വമുള്ളവനായ, ആകാശഭൂമികളുടെ റബ്ബായ, എല്ലാം അറിയുന്ന, നിനക്കെല്ലാം നൽകിയ, ഇനി എല്ലാ ഉപകാരങ്ങളും നിനക്ക് നൽകണമെന്ന് നീ പ്രതീക്ഷിക്കുന്ന, നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നീ പ്രതീക്ഷ അർപ്പിക്കുന്ന, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കേണ്ട, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട നിന്റെ റബ്ബിൻ്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. അത് സഹോദരങ്ങളെ ഓർക്കുക. അതുപോലെ നിസ്കാരം എന്ന നിഅമത്തിനെ കുറിച്ച് ഓർക്കുക. അള്ളാഹുവിനൊരു സുജൂദ് ചെയ്യാൻ സാധിക്കാതെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട് ഈ ദുനിയാവിൽ.
ഇന്നും അതാ ഒരു സുജൂദ് അവനെ പടച്ച റബ്ബിന് ചെയ്യാൻ തൗഫീഖ് ലഭിക്കാത്ത എത്ര ആളുകൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ വഴികെട്ട ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്നെ പെടുത്തിയില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവനാക്കി. മാത്രമല്ല അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരിൽ അള്ളാഹു നിന്നെ ഉൾപ്പെടുത്തിയില്ല. ഖബറുകൾക്ക് മുന്നിലും വിഗ്രഹങ്ങൾക്ക് മുന്നിലും കുരിശുകൾക്ക് മുന്നിലും സുജൂദ് ചെയ്യുന്നവരിൽ അള്ളാഹു നിന്നെ പെടുത്തിയില്ല. അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകി, സന്മാർഗം നൽകി. സന്മാർഗത്തിന്റെ വെളിച്ചം അള്ളാഹു നിന്റെ ഹൃദയത്തിൽ ഇട്ടു തന്നു. ആ റബ്ബിനുള്ള ശുക്ർ അത് നീ മനസ്സിലാക്കുക. എത്ര വലിയ നിഅമത്താണ് റബ്ബിനു വേണ്ടി നിസ്കരിക്കാൻ സാധിക്കുക എന്ന് നീ ചിന്തിക്കുക. അതിന് സാധിക്കാത്ത എത്ര ആളുകളുണ്ട്. രോഗശയ്യയിൽ കിടക്കുന്ന ആളുകൾ, ഒന്ന് സുജൂദ് ചെയ്യാൻ കൊതിക്കുന്ന എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ നിഅമത്ത്, അതിൻ്റെ വലിപ്പം നാം തിരിച്ചറിയുക, അത് മനസ്സിലാക്കുക. നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഖുർആൻ, അതുപോലെ അതിലെ ദിക്റുകൾ, അതെല്ലാം ശ്രദ്ധയോടെ ഉരുവിടാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂഅോടെ ശരിയായ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുന്ന നിസ്കാരം അവന് വേണ്ടി നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മയും നമ്മുടെ സന്താനങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും മരണം വരെ നിസ്കാരം നിലനിർത്തുന്ന അതിൽ നിഷ്കർഷയുള്ള ആളുകളാക്കി മാറ്റുമാറാകട്ടെ. റബ്ബി ജഅൽനാ മുഖീമീന الصلاة ومن ذرياتنا ربنا وتقبل دعاء. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായി ചികിത്സയിലും അല്ലാതെയും കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ശിഫാ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും അവർക്കും ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد.